നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നമ്മുടെ മുമ്പിലേക്ക് നൽകുന്നത് 3 സന്ദേശമാണ്. ഒന്ന്, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള 10 വർഷം നീണ്ടു നിൽക്കുന്ന ഭരണത്തിന് അന്ത്യം കുറിക്കുന്നു എന്ന സന്ദേശം. 2, നേതാവാരെ എന്ന UDFിലെ ആശയക്കുഴപ്പത്തിന് പരിഹാരമായിക്കൊണ്ട് VD സതീശൻ്റെ നേതൃത്വത്തിൽ UDF ജനവിരുദ്ധ സർക്കാരിനെതിരെ ഒരുമിച്ച് ജനങ്ങൾക്കിടയിലേക്ക് എത്തുമെന്നും അതിന് പ്രതിഫലമായി ഭരണം കിട്ടുമെന്നുമുള്ള പ്രതീക്ഷ. 3, PV അൻവർ എന്ന ക്രിമിനൽ രാഷ്ട്രീയക്കാരൻ്റെ അന്ത്യം. ഈ 3 സത്യങ്ങളും പക്ഷേ കേരളത്തിലെ മാധ്യമങ്ങൾ അംഗീകരിക്കില്ല. പിണറായി ഒരിക്കൽ കൂടി ഭരണത്തിൽ വരണം, അതിൻ്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റണമെന്ന് ആഗ്രഹിക്കുന്ന മാധ്യമപ്രവർത്തകർ ഒരു കാരണവശാലും ഇത് പിണറായിസത്തിൻ്റെ അന്ത്യമാണെന്ന് സമ്മതിക്കില്ല. PV അൻവറിനെ ഹീറോയാക്കി നിർത്തി ചില കച്ചവട താല്പര്യവും മത താല്പര്യവും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവർ അൻവറിൻ്റെ വീഴ്ച അംഗീകരിക്കില്ല എന്ന് മാത്രമല്ല, അൻവർ ഈ തെരഞ്ഞെടുപ്പിലൂടെ മഹാനായിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ VD സതീശൻ്റെ നേതൃത്വവും അംഗീകരിക്കാൻ ഇവരാരും ഒരുങ്ങിയെന്ന് വരില്ല. എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചന വ്യക്തമാണ്. 1, പിണറായിസത്തിന് അന്ത്യം കുറിച്ചിരിക്കുന്നു. അധികാരം ഒഴിഞ്ഞ് പിണറായി പുറത്തേക്ക് പോകും. 2, സതീശൻ്റെ നേതൃത്വത്തിൽ UDF ഭരണം പിടിക്കും. ഈ 2 കാര്യവും സത്യമായി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. അതേസമയം അൻവറിൻ്റെ കാര്യത്തിൽ ഇനിയും അനിശ്ചിതത്വം ബാക്കിയാണ്. രാഷ്ട്രീയ ഭൂമികയിൽ നിന്നും നിഷ്കാസിതനാവേണ്ട ക്രിമിനലാണെങ്കിലും UDFുകാർ ഏതെങ്കിലും തരത്തിലൊക്കെ പൊതിഞ്ഞു കാത്തു സൂക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. ഇത്തരമൊരു രാഷ്ട്രീയ മാലിന്യം ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ മാത്രമേ ധീരതയോടെ നിഷ്പക്ഷതയോടെ ഇപ്പോൾ തുടരുന്ന മാധ്യമപ്രവർത്തനം ഇനിയും തുടരാൻ കഴിയൂ. ശക്തമായ ഭരണവിരുദ്ധ വികാരം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനിടയിൽ പിണറായിയോടും CPMനോടും ഉണ്ടായ അകൽച്ച, ഹിന്ദു വിരുദ്ധനായ ഹിന്ദു നാമധാരി സ്വരാജിനോടുള്ള ശത്രുത, ഉയർന്ന മതേതര ബോധമുള്ള ഷൗക്കത്തിനോടുള്ള സ്നേഹം, സതീശന്റെ നേതൃത്വത്തിൽ കോൺഗ്രസും കുഞ്ഞാലിക്കുട്ടിയുടെ നേതൃത്വത്തിൽ ലീഗും എണ്ണയിട്ട യന്ത്രം പോലെ ഒരുമിച്ച് പ്രവർത്തിച്ചത്, ഇതൊക്കെയാണ് വിജയ കാരണം. അതേസമയം CPMും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഒട്ടും മോശമായിരുന്നില്ല. സാക്ഷാൽ പിണറായി വിജയൻ തന്നെ പലതവണ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിച്ചു. അവസാനത്തെ 3 ദിവസം നിലമ്പൂർ വിട്ടുപോവാതെ പിണറായി വിജയൻ തൻ്റെ സ്വതസിദ്ധമായ നേതൃപാടവം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുകയായിരുന്നു. എല്ലാ പ്രധാനപ്പെട്ട യോഗങ്ങളിലും പിണറായി പങ്കെടുത്ത് സംസാരിച്ചു. ഒരു ഉപതെരഞ്ഞെടുപ്പിനും ഇത്രയും പ്രാധാന്യം പിണറായി നൽകിയിട്ടില്ല. എന്നിട്ടും അത് ദയനീയമായി സ്വരാജ് പരാജയപ്പെട്ടത് കൃത്യമായ സന്ദേശമാണ് നൽകുന്നത്. പിണറായിയും കൂട്ടരും ഈ നാട്ടിൽ പറഞ്ഞുകൊണ്ടിരുന്ന കള്ളത്തരങ്ങളൊക്കെ കള്ളത്തരങ്ങളാണെന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. മുസ്ലിം വോട്ടുകൾ 2ആയി വിഭജിക്കപ്പെട്ടിട്ടും UDFന് കിട്ടാവുന്ന പല വോട്ടുകളും നഷ്ടപ്പെട്ടിട്ടും 11,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഇടതുപക്ഷത്തിന് സിറ്റിംഗ് സീറ്റിൽ ജയിക്കണമെങ്കിൽ അത് തീർച്ചയായും പിണറായിക്കുള്ള അപായ സൂചന തന്നെയാണ്. 2ാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം നടന്ന 5 ഉപതെരഞ്ഞെടുപ്പുകളും നൽകുന്ന സൂചന വ്യക്തവും ശക്തവുമാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ 4ൽ 3 സീറ്റുകളും UDFിൻ്റേതായതുകൊണ്ട് അത് നിലനിർത്തിയെന്നേ ഉള്ളൂ, അത് തങ്ങളെ ബാധിക്കില്ല എന്ന് പറഞ്ഞായിരുന്നു CPMൻ്റെ പോക്ക്. ചേലക്കരയിൽ CPMന് സീറ്റ് നിലനിർത്താനും കഴിഞ്ഞു. എന്നാൽ LDFിൻ്റെ കൈവശമുണ്ടായിരുന്ന നിലമ്പൂർ നഷ്ടപ്പെടുമ്പോൾ സ്ഥിതി അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ ഈ 5 തെരഞ്ഞെടുപ്പ് ഫലങ്ങളും നൽകുന്ന സൂചന പിണറായിസത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങുന്നു എന്ന് തന്നെയാണ്. നിലമ്പൂർ നഗരസഭയും 7 പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് നിലമ്പൂർ നിയമസഭാ മണ്ഡലം. ഇതിൽ കരുളായി പഞ്ചായത്ത് ഒഴികെ 7ഇടത്തും UDF ഭൂരിപക്ഷം നേടി എന്നത് CPMന് ഉറക്കം കെടുത്തുന്നു. കരുളായി പഞ്ചായത്തിലെ ഭൂരിപക്ഷം സ്വരാജ് നിലനിർത്തിയെങ്കിലും കഴിഞ്ഞ തവണ നേടിയത് വെച്ച് നോക്കുമ്പോൾ വളരെ കുറവായിരുന്നു. നിലമ്പൂർ നഗരസഭയും അമരമ്പലം പഞ്ചായത്തും LDF ഭരിച്ചിട്ടും അവിടെ UDFന് ഭൂരിപക്ഷം കിട്ടി. സ്വരാജിൻ്റെ ജന്മസ്ഥലമായ പോത്തുകല്ലും LDFന് നഷ്ടപ്പെട്ടു, സ്വരാജിൻ്റെ ബൂത്ത് അടക്കം. അതേസമയം പരമ്പരാഗതമായ UDF പഞ്ചായത്തുകളായ വഴിക്കടവ്, മൂത്തേടം, ചുങ്കത്തറ, എടക്കര എന്നിവ UDFനൊപ്പം തന്നെ നിന്നു. വഴിക്കടവിൽ മാത്രമാണ് അൻവർ മാജിക്കിൽ അല്പം ആശങ്കയുണ്ടായത്. ബാക്കി എല്ലായിടത്തും പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടിയ വോട്ടിന് UDF മുന്നേറാൻ സാധിച്ചു. LDFിൻ്റെ കേഡർ വോട്ടുകൾ പോലും ഇല്ലാതായി എന്നതിൻ്റെ സൂചനയും ഇതിനോടൊപ്പം വന്നു. പുതുതായി 4,000-ലധികം വോട്ടുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടും LDFനെ 2021 പോൾ ചെയ്തതിനേക്കാൾ 14,567 വോട്ട് കുറഞ്ഞു. അത് അൻവർ കൊണ്ടുപോയതാണ് എന്ന് പറഞ്ഞ് തടിതപ്പാൻ കഴിയാത്തത് 2006 DYFA നേതാവായിരുന്ന P. ശ്രീരാമകൃഷ്ണൻ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ മത്സരിച്ചപ്പോൾ ലഭിച്ചതിനേക്കാൾ 2,882 വോട്ട് കുറവാണ് നിരവധി തവണ വോട്ടേഴ്സ് ലിസ്റ്റിൽ എണ്ണം കൂടിയിട്ടും ഇക്കുറി കിട്ടിയത്.
എന്ന് വെച്ചാൽ 2006 CPM-ന് നിലമ്പൂരിലുണ്ടായിരുന്ന വോട്ട് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു എന്നർത്ഥം. 10 ബൂത്തുകൾ വീതം ഓരോ ക്ലസ്റ്ററായി തിരിച്ച് MLA-മാരും മന്ത്രിമാരും ആ ക്ലസ്റ്ററിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് സകല വീടുകളും കയറിയിറങ്ങിയാണ് CPM പ്രചരണം നടത്തിയത്. എന്നിട്ടും അവരുടെ വോട്ട് ശേഖരത്തിൽ നിന്നും 14,567 വോട്ട് ഒഴുകിപ്പോയി. ഇതോടുകൂടി CPM നിലമ്പൂരിൽ പൂർണ്ണമായും ദുർബലനായിരിക്കുന്നു. ഇത്തവണയില്ലെങ്കിൽ ഇനിയില്ല എന്ന മുദ്രാവാക്യമുയർത്തി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തമ്പടിച്ച് നടത്തിയ പ്രചരണം സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞെങ്കിലും ജനങ്ങൾ അതൊന്നും വിശ്വസിച്ചില്ല. ജമാഅത്ത് ഇസ്ലാമി ബന്ധത്തിൻ്റെ പേരിൽ മുസ്ലിം സമുദായത്തെ അകറ്റി നിർത്താൻ ശ്രമിച്ചെങ്കിലും ആരും അത് ഗൗനിച്ചില്ല. ഹിന്ദു വോട്ടുകൾ ശേഖരിച്ചെടുക്കാൻ ജമാഅത്ത് ഇസ്ലാമി വിഷയം മൂപ്പിച്ചു നിർത്താനാണ് CPM ശ്രമിച്ചത്. പക്ഷെ അതൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഹിന്ദു വോട്ടുകളുടെ കൂടി ബലത്തിലാണ് പിണറായി വിജയനെ നിലമ്പൂരുകാർ കെട്ടുകെട്ടിച്ചത്. ഇത് നൽകുന്ന സൂചന പിണറായി സത്തിന്റെ അടിത്തറ ഇളകി എന്ന് തന്നെയാണ്. കേവലം നിലമ്പൂരിലെ സൂചന മാത്രം വിശ്വസിക്കേണ്ടതില്ല. ആദ്യം നടന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ കണക്കെടുക്കുക. തൃക്കാക്കരയിൽ യശശരീരനായ PT തോമസ് മത്സരിച്ച് ജയിച്ചത് 14,329 വോട്ടിനായിരുന്നു. PT തോമസ് അന്തരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഉമാ തോമസ് സ്ഥാനാർത്ഥിയാവുകയും ഭൂരിപക്ഷം 25,016 ഉയർത്തുകയും ചെയ്തു. 2021 തെരഞ്ഞെടുപ്പിനേക്കാൾ ഏതാണ്ട് ഇരട്ടിയോളം വോട്ടാണ് നേടിയത്. അത് PT തോമസിനോടുള്ള സഹതാപതരംഗം മാത്രമായിരുന്നില്ല, പിണറായിയോടുള്ള വിരോധത്തിൻ്റെ കൂടി അടയാളമായി. പുതുപ്പള്ളിയിൽ യശശരീരനായ ഉമ്മൻചാണ്ടി അവസാന തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചത് വെറും 9,044 വോട്ടിനായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ യോഗ്യതകളോട് ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ സാധ്യതയില്ലാത്ത മകൻ ചാണ്ടിയുമ്മൻ പിന്നീട് മത്സരിച്ചപ്പോൾ ആ ഭൂരിപക്ഷം 37,719 ഉയർന്നു. ഉമ്മൻചാണ്ടിക്ക് പോലും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഭൂരിപക്ഷത്തിലേക്ക് മകനെ ജനങ്ങൾ തെരഞ്ഞെടുത്തത് ഉമ്മൻചാണ്ടിയുള്ള ഇഷ്ടം കൊണ്ട് മാത്രമായിരുന്നില്ല, പിണറായിയോടുള്ള വെറുപ്പ് കൊണ്ടുകൂടിയായിരുന്നു. പാലക്കാടിൻ്റെ ഹീറോയായ ഷാഫി പറമ്പിൽ 2021 മത്സരിച്ചപ്പോൾ 3,859 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് വിജയിച്ചത്. ഷാഫി അല്ലാതെ മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ പാലക്കാട് കഴിഞ്ഞ തവണ BJP വിജയിക്കേണ്ടതാണ്. അവിടെ BJPയോട് നേരിട്ട് ഏറ്റുമുട്ടാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ വർഷം എത്തിയപ്പോൾ ഭൂരിപക്ഷം 18,840 നാണക്കേടിന്റെ 3ാം സ്ഥാനത്തേക്ക് CPM എത്തപ്പെട്ടു. ഈ 3 മണ്ഡലങ്ങളും UDFന്റെ സിറ്റിംഗ് സീറ്റ് ആയിരുന്നെങ്കിലും അവിടെ UDF സ്ഥാനാർത്ഥികൾ നേടിയ വോട്ട് CPMന്റെ ഭരണത്തിന്റെ അടിത്തറ ഇളകി എന്ന സൂചനയായിരുന്നു. ആ സൂചന അടിവരയിടുന്നതായിരുന്നു ചേലക്കരയിൽ CPM സീറ്റ് നിലനിർത്തിയപ്പോഴും സംഭവിച്ചത്. 39,400 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ചേലക്കരയിൽ K രാധാകൃഷ്ണൻ 2021 ജയിച്ചത്. 2024 ഉപതെരഞ്ഞെടുപ്പിൽ U പ്രദീപിന് കിട്ടിയത് കേവലം 12,201 വോട്ടുകൾ. എന്ന് വെച്ചാൽ രാധാകൃഷ്ണൻ നേടിയതിന് 3 ഇരട്ടിയോളം ഭൂരിപക്ഷം ചോർന്നു പോയെന്നർത്ഥം. 3 അസാധാരണമായ ഭൂരിപക്ഷവും 4-ഇടത്തെ വലിയ ഭൂരിപക്ഷ ചോർച്ചയും പിണറായി സ്വത്തുള്ള ജനങ്ങളുടെ എതിർപ്പിന്റെ സൂചനയാണ് എന്ന് പറഞ്ഞിട്ടും വിശ്വസിക്കാത്തവർക്കുള്ള മറുപടിയാണ്. മുസ്ലിം വോട്ടുകൾ 2ആയി പിളർത്താൻ അൻവർ സ്ഥാനാർത്ഥിയായി സ്വയം അവരോധിതനായിട്ടും 11,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ജയിച്ചത് സൂചിപ്പിക്കുന്നത്. അതെ, ചെങ്കൊടി വീഴുകയാണ്. കഴിഞ്ഞ 9 വർഷം ഈ നാടിനെ ഭരിച്ചു മുടിപ്പിച്ച ചെങ്കൊടിക്ക് ഇനി കഷ്ടി 1 വർഷം കൂടി മാത്രമേ ആയുസുള്ളൂ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതുവരെ കാട്ടിയ എല്ലാ വൃത്തികേടുകൾക്കും ധാർഷ്ട്യത്തിനും ക്രിമിനൽ പ്രവർത്തികൾക്കും മറുപടി കൊടുക്കാൻ ഒരുങ്ങിയിരിക്കുന്നു. ആ മറുപടി താങ്ങാനുള്ള ശേഷി പിണറായിക്കും പിണറായിയുടെ സ്തുതിപാഠകർക്കും ഉണ്ടാവില്ല. അവർ ഇതുവരെ കെട്ടിപ്പൊക്കിയ വൃത്തികെട്ട പിണറായിസ്റ്റ് സാമ്രാജ്യത്തിൻ്റെ അടിവേര് മാന്തിയെടുത്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി വൻ വീഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കാം.